ഒരിക്കൽ കോളേജിലെ പ്രസംഗ മത്സരത്തിന് സംസാരിക്കാൻ ലഭിച്ച വിഷയം അന്ധവിശ്വാസവും പ്രബുദ്ധ കേരളവുമായിരുന്നു. വിഷയം കേട്ട ഉടനെ മനസ്സിലേക്ക് ഓടി വന്നത് തനിയാവർത്തനത്തിലെ ബാലൻ മാഷാണ്. മലയാള സിനിമയുടെ സമഗ്ര സംഭാവനകളായ ശ്രീകൃഷ്ണ പരുന്തും അനന്തഭദ്രവും ആദം ജോണുമെല്ലാം ആഭിചാരത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്നവയാണ്. ഫ്രാൻസിസ് ഇട്ടിക്കോര പോലുള്ള മഹത്തായ സാഹിത്യ സൃഷ്ടികൾ ജന്മമെടുക്കുമ്പോഴും PKM ടിയാൻ പോലുള്ള ചലച്ചിത്രങ്ങൾ ഈ സാമൂഹിക പരിസ്ഥിതിയെ ചോദ്യം ചെയ്യുമ്പോഴും വർഷങ്ങൾക്കിപ്പുറവും മനുഷ്യൻ്റെ ചിന്താഗതിക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നത് ഏറെ നിരാശാജനകമാണ്. ആഗ്രഹസാധ്യത്തിന് എത്ര പണം വേണമെങ്കിലും ചിലവഴിക്കാൻ ഇന്ന് ആളുകൾ തയ്യാറാണ്. അവർക്ക് മുൻപിൽ നിരത്തപ്പെടുന്ന ഉപാധികൾ ഏറെയാണ്. കറുത്തച്ഛനോട്ട്, സാത്താൻ സേവ, ചാത്തൻ സേവ, ജിന്നുമ്മ എന്നിങ്ങനെ നീളുന്നു അവ. തൻ്റെ സമ്പാദ്യമായ 500 പവൻ ഇരട്ടിപ്പിക്കാൻ വേണ്ടി ജിന്നുമ്മയെ സമീപിച്ചു തട്ടിപ്പിനിരയായ ചേട്ടനെ പറ്റി വായിച്ചപ്പോൾ സത്യത്തിൽ ചിരിച്ചുപോയി. ആർത്തി എത്ര പെട്ടെന്നാണ് മനുഷ്യനെ അന്ധനാക്കുന്നത്. ശരീരത്തിൽ നിന്നും ആത്മാവിനെ വേർപെടുത്തുന്ന പരീക്ഷണത്തിനായി സ്വന്തം കുടുംബത്തെ വെട്ടിയരിഞ്ഞ കേതൽ ജോൺസനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഡാർക്ക് വെബ്സൈറ്റുകൾ ആളുകളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന് തെളിവാണിത്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ചന്ദ്രനും ചൊവ്വയും താണ്ടി മുന്നേറുമ്പോൾ നമ്മുടെ സാമാന്യബോധവും ഉയരേണ്ടതുണ്ട്. വിശ്വാസം നല്ലതാണ്, എന്നാൽ അമിതമായാൽ അത് ആപത്തുമാണ്. സിനിമയിൽ മമ്മൂക്ക പറഞ്ഞ പോലെ ഇത് ഭ്രമയുഗമാണ്, കലിയുഗത്തിൻ്റെ അപഭ്രംശം. ഇവിടം നടക്കുന്നത് തനിയാവർത്തനവും.